അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിറിദ്വാനില്ലാ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു തആല അവൻ്റെ അടിമകളായ നമുക്ക് ആനന്ദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ആഘോഷങ്ങളെക്കാൾ ഉപരി നമ്മുടെ ആത്മീയമായ ഉത്ഥാനത്തിന് വേണ്ടി കൂടിയാണ് അള്ളാഹു അത്തരം ദിനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. മനുഷ്യരായ നമ്മൾ നമ്മുടെ സ്വാഭാവിക ജീവിതം നയിക്കുന്നതിനിടെ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ശൈത്വാനിയായ ഘടകത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പലവിധ വേണ്ടാത്തരങ്ങളിലും തെറ്റുകളിലും പെട്ടുപോകും. അങ്ങനെ നേരെ നാം അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത പാപികളായി നാം മാറിപ്പോവും. അള്ളാഹു അവൻ്റെ അടിമകളായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മെ ആത്മീയമായി ഉയർത്തുവാൻ അള്ളാഹു വിശിഷ്ടമായ ദിനങ്ങൾ, പുണ്യമായ ദിനങ്ങൾ അള്ളാഹു നമ്മിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു. അടിമകളോട് ഏറ്റവും അധികം കടാക്ഷമുള്ളവനാണ് അള്ളാഹു. നമുക്കൊരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല. നാം നമ്മുടെ വീട്ടിലോ പറമ്പത്തോ ജോലിക്ക് വിളിക്കുന്ന ഒരാൾ ഒരു വിശിഷ്ട ദിനത്തിൽ വന്ന് ജോലി ചെയ്ത് എന്നതുകൊണ്ട് അയാൾക്ക് സാധാരണ നാം നൽകുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം കൊടുക്കുക നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്തതാണ്. പക്ഷേ സാധാരണ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ അള്ളാഹു കനിഞ്ഞരുളിയ പുണ്യദിനങ്ങളിൽ ചെയ്യുമ്പോൾ കണക്കില്ലാത്ത പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അവനിലേക്ക് ആത്മീയമായ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നു. ആ അർത്ഥത്തിൽ വേണം നാം ആഘോഷ ദിനങ്ങളെ കാണുവാൻ. നമുക്ക് സമാഗതമായിരിക്കുന്ന ബലിപെരുന്നാൾ ആത്മീയമായി നമ്മെ ഒരുപാട് ഉയർത്തുവാനും ഒരുപാട് ചിന്തിക്കുവാനും ഒരുപാട് ഊർജം സ്വീകരിക്കുവാനും പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. മഹാനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഈ വിശുദ്ധമായ ദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുകയും എല്ലാം സധൈര്യം നേരിടുകയും ചെയ്ത് നമുക്കെല്ലാം ഒരു ഊർജമായി മാതൃകയായി മുമ്പിൽ നിൽക്കുന്ന മഹാനവറുകൾ ജീവിതത്തിൻ്റെ യൗവനം തുടിക്കുന്ന നാളുകളിലൊന്നും സദ്ദാനലബ്ധിക്ക് ഭാഗ്യമില്ലാതെ കഴിഞ്ഞുകൂടി. മഹാനവറുകളുടെ അവസാന ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടത്തിൽ ഏകദേശം സന്താനലബ്ധിയെ തൊട്ട് നിരാശ വന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹു പിഞ്ചോമന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകുന്നത്. സാധാരണ ഒരു മനുഷ്യന് അയാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് ലഭിച്ചാൽ പോലും അളവില്ലാത്ത സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവും. തനിക്ക് പിറക്കുന്ന കുഞ്ഞിന് അങ്ങേയറ്റം വാത്സല്യത്തോടു കൂടി ഓമനിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഒരാൾ ഒരു വസ്തുവിനെക്കുറിച്ച് കിട്ടുകയില്ല എന്ന നിരാശയുടെ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീടത് കിട്ടുമ്പോഴുണ്ടാകുന്ന ആനന്ദം അളവില്ലാത്തതായിരിക്കും. ഹദീസുകളിൽ തോബയെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഒരു വ്യക്തി യാത്ര പോകുന്നതിനിടെ തൻ്റെ ഒട്ടകത്തെയും സാധനങ്ങളെയും എല്ലാം ഒരിടത്ത് വെച്ച് ഉറങ്ങിപ്പോയി. ഉറങ്ങിയെണീറ്റ് നോക്കുമ്പോൾ തൻ്റെ മൃഗത്തെയും യാത്രാ സാമഗ്രികളൊന്നും കാണാനില്ല. അയാൾ ഒരുപാട് അനഞ്ഞു തെരഞ്ഞു നോക്കി, എവിടെയും കാണാനില്ല. ഒടുക്കം അത് കിട്ടുകയേയില്ല എന്ന നിരാശയിൽ അദ്ദേഹം എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഒട്ടകം അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ മതിഭ്രമാവസ്ഥയിൽ എല്ലാം മറന്നു പോവുകയും അല്ലാഹുമ്മ അന്ത അബ്ദീ വഅന റബ്ബുക്, അള്ളാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ യജമാനനാണ് എന്ന് പറഞ്ഞു പോകുന്ന ആനന്ദത്തിൻ്റെ അളവില്ലാത്ത ഒരു അവസരമുണ്ട്. ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ നിരാശയിലെത്തിയാൽ എന്നിട്ടത് കിട്ടുമ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവസാനത്തോട്ടെടുക്കുന്ന വാർദ്ധക്യഘട്ടത്തിൽ മകനെ കിട്ടിയപ്പോൾ തൻ്റെ എല്ലാവിധ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മകൻ മാറി.
അങ്ങേയറ്റം ഓമനിച്ച് ലാളിച്ച് തൻ്റെ കണ്ണും കരളുമെല്ലാം മകനിൽ ലയിച്ച് അങ്ങനെ കഴിയുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുന്നത്. അതേ മകൻ തന്നെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കണം. ത്യാഗത്തിന് വേണ്ടിയുള്ള പരീക്ഷണമാണ്. എന്താണ് ത്യാഗമെന്ന് പറഞ്ഞാൽ? നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ പരിശുദ്ധമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വേണ്ടെന്ന് വെക്കുക, ഉപേക്ഷിക്കുക, അതാണ് ത്യാഗമെന്ന് പറഞ്ഞാൽ. പരിശുദ്ധമായ റമദാൻ നാളുകളിൽ, വ്രതത്തിൻ്റെ നാളുകളിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമുക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. പക്ഷേ നമുക്കിഷ്ടപ്പെട്ട ആ അന്നപാനീയങ്ങൾ അള്ളാഹുവിന് വേണ്ടി നാം ഉപേക്ഷിക്കുന്നു, വേണ്ടെന്ന് വെക്കുന്നു. ഇതാണല്ലോ ത്യാഗം. ത്യാഗത്തിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ബലിയോടുകൂടി നാം ഒരു വസ്തുവിനെ താൽക്കാലികമായി വേണ്ടെന്ന് വെക്കുകയല്ല, അതിനെ എന്നേക്കുമായി അറുത്ത് ഇല്ലാതാക്കുകയാണ്. ഒരുപാട് പ്രതീകാത്മകമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ബലികർമ്മം എന്നത്. ചരിത്രത്തിൽ വ്യത്യസ്ത മത സമൂഹ സംസ്കാരങ്ങളിൽ വിവിധങ്ങളായ ബലികർമ്മങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലതെല്ലാം പ്രകൃതി വിരുദ്ധങ്ങളാണ്, പ്രാകൃതങ്ങളാണ്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബലികർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇഹലോകത്തോടുള്ള അളവറ്റ അഭിവാഞ്ചയെ അറുത്ത് കളയുന്ന ഒന്നാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബലികർമ്മം നമുക്ക് ഈ ദിനങ്ങളിലെല്ലാം ഉലഹീത്ത് അറക്കൽ സുന്നത്താണല്ലോ. അതിലൂടെ മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ജന്തു, ആ ജന്തുവിനെ അറുത്തു കളഞ്ഞ്, മനുഷ്യനെന്ന് പറഞ്ഞാൽ മൃഗവും വിവേകവും കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യനാവുന്നത്. നാം കാടുകളിൽ ചെന്ന് മൃഗങ്ങളെപ്പോലെ ജീവിച്ചാൽ നാമും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിവേകത്തെ മറിച്ചിടാൻ, നമ്മുടെ ആത്മീയമായ പ്രഭയെ കെടുത്തിക്കളയാൻ പാകം മാത്രം കഴിവുള്ള ആ മൃഗത്തിനെ അറുത്തു കളയുക എന്ന പ്രതീകാത്മകമായൊരു പാഠം കൂടി നമുക്ക് ഉലൂഹിയത്തിൽ വായിച്ച് എടുക്കാവുന്നതാണ്. നാം ചെയ്യുന്നത് അതാണ്. അള്ളാഹുവിന് വേണ്ടി നാം അറവ് നടത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ തൻ്റെ ചോരയിൽ പിറന്ന മകനെ ബലികർമ്മം അർപ്പിക്കുവാനൊന്നും അള്ളാഹു നമ്മോട് പറയുന്നില്ല. മറിച്ച് നമുക്ക് പറ്റും വിധത്തിൽ ഒരു മൃഗത്തെ വാങ്ങി അറുക്കുവാനാണ് അള്ളാഹു പറയുന്നത്. നാളെ മഹ്ശറിൽ നമ്മുടെ നന്മ തിന്മകൾ പരസ്പരം തൂക്കി എവിടെയും എത്താതെ ഭയവിഹ്വലരായി നിൽക്കുന്ന സമയത്ത് സിറാത്ത് പാലത്തിലൂടെ എളുപ്പത്തിൽ കടന്നു പോകുവാനൊരു വാഹനമായാണ് ആ ബലിമൃഗം നാളെ അള്ളാഹു നമുക്ക് നൽകുക. ആ അർത്ഥത്തിൽ വളരെ നല്ല ഒരു ദിവസം, ഒരു കർമ്മമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ആചാരനിഷ്ഠകളെയും കേവലമായ പ്രാഗ്മാറ്റിസത്തിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ, പ്രായോഗികതയുടെ കണ്ണിലൂടെ നോക്കി കാണാൻ ശ്രമിക്കുന്ന ചില ധാരകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി ബലികർമ്മം നടത്തുമ്പോൾ മാംസം അതിൻ്റെ ആർഭാടമുണ്ടാവുകയില്ലേ, മിച്ചം വരികയില്ലേ എന്നതുകൊണ്ട് നമ്മളിനി മൃഗത്തെ അറക്കേണ്ടതില്ല, ഭാവിയിൽ മത്സ്യം കൊടുത്താൽ മതി എന്നോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല പച്ചക്കറികൾ കൊടുത്താൽ ഉലൂഹിയത്തെ അർത്താൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ചില തെന്നിയ ചിന്താധാരകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിൻ്റെ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികതക്കപ്പുറം അള്ളാഹുവിൻ്റെ അലംഘനീയമായ ചില ആത്മീയമായ നിയമങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആയതുകൊണ്ട് തന്നെ അത് അപ്പടി അംഗീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. വളരെയധികം പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളെല്ലാം നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം നൽകുന്നത്. അറഫ ദിവസത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് രാത്രി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയാൽ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കി അതേ ആത്മീയമായ മൂല്യം നമുക്ക് ലഭിക്കുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനങ്ങളെ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങളും ആത്മീയമായ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഹജറ ബീവിയുടെയൊക്കെ ത്യാഗ സുരഭിലമായ ജീവിതം നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കാലിട്ടടിക്കുമ്പോൾ മരുഭൂമിയാണ്, സഫമർവ മലയാണ്, അവിടെയൊന്നും ഈർപ്പത്തിൻ്റെ ആർദ്രതയുടെ ഒരു ശകലം കാണാനിട്ട് പോലും പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ
ഹാജറ ബീവി നമുക്കൊക്കെ പാഠമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ, നമ്മുടെ ബിസിനസ്സിലോ ഉദ്യോഗത്തിലോ പഠനത്തിലോ ഒക്കെ എന്തെങ്കിലും പരാജയം വരുമ്പോഴേക്ക് വിമുഖരായി വീട്ടിലിരിക്കുന്ന നമുക്ക് പാഠമായി. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മൾ അങ്ങേയറ്റം അധ്വാനിക്കണം, എവിടെയും വെള്ളം അന്വേഷിക്കണം എന്ന പാഠം ഹാജറ ബീവി നമുക്ക് നൽകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നപ്പോൾ പെട്ടെന്ന് ഉറങ്ങുന്ന മകനെ അറിയാതെ പിടിച്ചറക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഉത്തരവായിട്ട് പോലും, ഇസ്മായിൽ നബി സ്വന്തം മകനായിട്ട് പോലും ഇങ്ങനൊരു ഉത്തരവ് വന്നിരിക്കുന്ന മകനെ എൻ്റെ അഭിപ്രായം എന്ത് എന്ന് അഭിപ്രായം ആരാന് മുശാവറ നടത്തുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും മകൻ്റെയും എല്ലാം ചിത്രം. പ്രത്യേകിച്ച് ഓരോരുത്തരും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് മുശാവറയില്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് പാഠമാണ്. ആ പാഠമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.